ഉപതെരഞ്ഞെടുപ്പ് ഫലം കാത്ത് കേരളം. വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. തൃശൂർ പൂരം നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പാളിച്ചയുണ്ടായിട്ടുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം.കെ. സുദർശൻ. പൂരം നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമെന്ന ആരോപണം ശരിയല്ലെന്ന് സുദർശൻ. തൃശൂർ കോർപ്പറേഷൻ 54.6 കോടി രൂപ ലാപ്സാക്കിയതായി ഓഡിറ്റ് റിപ്പോർട്ട്. കോർപ്പറേഷന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും തുറന്നുകാട്ടുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. പഴുവിൽ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ 11-അംഗ ഗുണ്ടാ സംഘം അറസ്റ്റിലായി. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ചലച്ചിത്ര നടൻ മേഘനാഥിന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. വിടവാങ്ങിയത് വില്ലൻ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ പ്രതിഭ. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ചേലക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. വോട്ടിംഗ് മെഷീനുകൾ ഇവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുക. വയനാട് മണ്ഡലത്തിലെ വോട്ടെണ്ണലും ശനിയാഴ്ച നടക്കും. പോളിംഗ് കണക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ച മുന്നണികൾ വിജയപ്രതീക്ഷയിലാണ്. രാവിലെ ആരംഭിക്കുന്ന വോട്ടെണ്ണലിൽ ഉച്ചയ്ക്ക് മുൻപ് വിജയിയെ അറിയാനാകും. തൃശൂർ പൂരം നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പാളിച്ചയുണ്ടായിട്ടുണ്ടെന്നും പൂരം നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമെന്ന ആരോപണം ശരിയല്ലെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം.കെ. സുദർശൻ പറഞ്ഞു. ദേവസ്വം ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂരത്തിന് രാത്രി മഠത്തിൽ വരവിന്റെ സമയത്താണ് പ്രശ്നം തുടങ്ങിയത്. തിരുവമ്പാടി പൂരം ചുരുക്കിയത് ശരിയായില്ല. പ്രശ്നമുണ്ടായപ്പോൾ ചർച്ച ചെയ്ത് പരിഹാരത്തിന് ശ്രമിച്ചതാണ്. എന്നാൽ തിരുവമ്പാടി വിഭാഗം പ്രതികരിച്ചില്ല. പൂരം അലങ്കോലമായിട്ടുമില്ല, കലങ്ങിയിട്ടുമില്ല. വെടിക്കെട്ട് 3 മണിക്കൂർ വൈകി. പൂരം ഏറ്റവും ഭംഗിയായി നടത്തേണ്ട ചുമതല കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ്. വരും വർഷങ്ങളിലും ഇതുപോലെ സംഭവിക്കാതിരിക്കാനാണ് ഉന്നത അധികാര സമിതി വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഡോക്ടർ എം.കെ. സുദർശൻ പറഞ്ഞു. ആർക്കും പൂരം കൈയടക്കാൻ കഴിയില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് പൂരം കൈയടക്കിയിട്ടൊരു കാര്യമില്ല. പൂരം എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നതാണ്. പക്ഷേ ഞാൻ ആദ്യമേ തൊട്ട് പറയുന്നതാണ്, പൂരം നടക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഈ വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനത്തിലാണ്. ആ ക്ഷേത്ര മൈതാനത്തിലും വടക്കുന്നാഥൻ ക്ഷേത്രത്തിലുമാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ പൂരം ഏറ്റവും സുഗമമായിട്ട് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത്. പിന്നെ അതിന്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പൂരം എങ്ങനെ തുടങ്ങി എന്നുള്ളത്. അപ്പോഴും ആ ചരിത്രപരമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കൊച്ചിൻ ദേവസ്വം ബോർഡിന് തന്നെയാണ്. പക്ഷേ അതിൽ ഈ ചടങ്ങുകൾ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ മഠത്തിൽ വരവ്, എലഞ്ഞിത്തറമേളം, അതുപോലെ കുടമാറ്റം, വെടിക്കെട്ട്, പിന്നെ പകൽപൂരം, ഇതിലെല്ലാം എന്ന് പറഞ്ഞിട്ട് നടത്താൻ വേണ്ടി ഉള്ള ചുമതലയാണ് ഈ ഘടകക്ഷേത്രങ്ങൾക്ക് എന്ന് പറയുന്നത്. അതുപോലെ പങ്കാളിത്ത ദേവസ്വങ്ങൾ എന്ന് പറയുന്ന പാറമേക്കാവിനും തിരുവമ്പാടിക്കും. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത്. വേറെ രീതിയിൽ പൂരം കൈയടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൽ നടത്താൻ വേണ്ടി തീരുമാനിക്കുക എന്നുള്ളതാണ്. അല്ല, ഇവരെല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ചുമതല എന്ന് പറയുന്നത്. അതിന്റെ മേൽനോട്ടമാണ് ദേവസ്വം ബോർഡ്. കാരണം ഈ ക്ഷേത്രങ്ങളെല്ലാം 6 ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയാണ്. ബാക്കി 4 ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൺട്രോൾ ടെമ്പിൾസ് ആണ്. കൺട്രോൾ ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിയന്ത്രിക്കാൻ പറ്റുന്ന ടെമ്പിൾസ് ആണ്. പൂരം ഏറ്റെടുക്കാൻ പോകുമെന്ന് പറയുന്നത് അത് മനഃപൂർവ്വം കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ നടത്തുന്ന ഒരു ആരോപണം മാത്രമായിട്ടാണ്. ആ രീതിയിൽ ഒരിക്കലും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായിട്ടില്ല. അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും കൊച്ചിൻ ദേവസ്വം ബോർഡ് കൃത്യമായിട്ട് അതിന്റെ നിലപാട് പറയാറുണ്ട്. കാരണം ഈ പൂരം ഏറ്റവും ഭംഗിയായിട്ട് നടത്തി തീർക്കേണ്ട ഉത്തരവാദിത്വം കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ്. ബോർഡ് അംഗം M.B. മുരളീധരൻ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K. സുനിൽകുമാർ, ലോ ഓഫീസർ ഷൈമോൾ C. വാസു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷന്റെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ചട്ടലംഘനങ്ങളുടെയും റിപ്പോർട്ടാണ് സംസ്ഥാന ഓഡിറ്റ് റിപ്പോർട്ടെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനായി കോർപ്പറേഷനിൽ വിളിച്ചു ചേർത്ത കൌൺസിൽ യോഗത്തിലാണ് പ്രതിപക്ഷം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. 1 മാസം കൊണ്ട് കൌൺസിലിൽ വായിക്കേണ്ട റിപ്പോർട്ട് 1 വർഷം വൈകിയാണ് ഇപ്പോൾ ചർച്ചയ്ക്കെടുത്തത്.
കോർപ്പറേഷനിലെ അഴിമതികൾ അന്വേഷിക്കണമെന്ന് നിയമസഭാ സമിതി പറഞ്ഞ സാഹചര്യത്തിൽ മേയർ രാജിവെക്കണമെന്ന് രാജൻ പല്ലൻ പറഞ്ഞു. മാലിന്യ സംസ്കരണം സമ്പൂർണ്ണ പരാജയമാണ്. ശുചീകരണത്തിനായി വാങ്ങിയ യന്ത്രൻ മെഷീൻ ഒല്ലൂരിലെ പകൽ വീട്ടിൽ കിടക്കുകയാണ്. 54.6 കോടി രൂപയുടെ ഫണ്ട് ചിലവാക്കാതെ കോർപ്പറേഷൻ ലാപ്സാക്കി കളഞ്ഞതായും പ്രതിപക്ഷം ആരോപിച്ചു. വൈദ്യുതി പ്രസരണ രംഗത്ത് 20 കോടിയുടെ നഷ്ടം വരുത്തി. തൃശൂർ കോർപ്പറേഷന്റെ ഭരണപരാജയം തുറന്നുകാട്ടുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടെന്നും LDF ഭരണസമിതി രാജിവെക്കണമെന്നും വഖഫ് ഭീകരതയെ ചെറുക്കണമെന്നുമടക്കമുള്ള പ്ലക്കാർഡുകളുമായാണ് BJP കൌൺസിലർമാർ യോഗത്തിനെത്തിയത്. യോഗത്തിനിടെ മണ്ണുത്തി ഡിവിഷൻ കൌൺസിലർ രേഷ്മ ഹെമേജിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുഴഞ്ഞു വീണു. ഇവരെ ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതേ തുടർന്ന് കൌൺസിൽ യോഗം പൂർത്തിയാക്കാതെ പിരിച്ചുവിട്ടു. ചാഴൂർ കുറുമ്പിലാവ് CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് തല്ലി തകർക്കുകയും ലോക്കൽ സെക്രട്ടറിയുടെയും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റിന്റെയും വീട് ആക്രമിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത കേസിൽ 11-അംഗ ഗുണ്ടാ സംഘത്തെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ പഴുവിൽ സ്വദേശി ചെമ്മാനി വീട്ടിൽ ഉണ്ണിമോൻ എന്ന രഞ്ജിത്ത്, കോളുപുരയ്ക്കൽ ദിനേശ്, വലിയപറമ്പിൽ വീട്ടിൽ അമൽരാജ്, പൊറ്റേക്കാട്ട് വീട്ടിൽ മണികണ്ഠൻ, എടത്തിരുത്തി സ്വദേശി കൊണ്ടപ്രശ്ശേരി വീട്ടിൽ രോഹൻ, പുള്ളു സ്വദേശി ചെറുവള്ളിക്കാട്ടിൽ ശരത്ചന്ദ്രൻ, താന്യം സ്വദേശികളായ ഏങ്ങാട്ടി വീട്ടിൽ അനന്തകൃഷ്ണൻ, താന്യം സ്വദേശി ചിറയത്ത് ശ്രീകുട്ടൻ, കാട്ടൂർ സ്വദേശി തോട്ടപ്പള്ളി അജീഷ്, കയ്പമംഗലം സ്വദേശികളായ പുത്തൂർ വീട്ടിൽ സൂരജ്, പഴൂപ്പറമ്പിൽ അർജുൻ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ കയ്പമംഗലം, കാട്ടൂർ, പഴുവിൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പിടികൂടിയത്. പഴുവിൽ ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷത്തിനിടെയുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പോലീസ് കേസെടുത്തതിൽ പ്രതിയായ യുവാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിൽ പ്രകോപിതരായ മറ്റു പ്രതികൾ ക്ഷേത്രം ഭാരവാഹികളുടെ വീടിന് നേരെ ആക്രമണം നടത്തുകയും പാർട്ടി ഓഫീസ് തല്ലി തകർക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെല്ലാം സ്ഥിരം ക്രിമിനലുകളും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളുമാണെന്ന് പോലീസ് പറഞ്ഞു. ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഒരു ചെറിയ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ചാഴൂർ പ്രദേശത്തെ ഗുണ്ടാ സംഘങ്ങൾ നിയമം കയ്യിലെടുത്ത് ആ അമ്പല കമ്മിറ്റി ഭാരവാഹികളുടെയും അതുപോലെ തന്നെ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത സംഭവം ഉണ്ടായി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല അവരെ സഹായിച്ച് ഒളിവിൽ പോകുന്നതിനും ഒളിവിൽ പാർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് വാഹന സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്ത മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതിനും ഈ സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി BNSലെ പുതിയ സെക്ഷനുകൾ പ്രകാരമുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും. പ്രതികളെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി അന്തിക്കാട് SHO K അജിത്ത്, SIമാരായ P ജയകൃഷ്ണൻ, A അരുൺകുമാർ, KJ ജോസി, ASI സൂരജ് V ദേവ്, സീനിയർ CPOമാരായ ES ജീവൻ, CG ധനേഷ്, സോണി സേവ്യർ, CPOമാരായ KS ഉമേഷ്, സുർജിത് സാഗർ, VS അനൂപ്, KV ഫെബിൻ, MM മഹേഷ് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. അന്തരിച്ച നടൻ മേഘനാഥന് വിട നൽകി ജന്മനാട്. പിതാവ് ബാലൻ K നായരും സഹോദരൻ അജയനും ഉൾപ്പെടെ അന്ത്യവിശ്രമം കൊള്ളുന്ന തറവാട്ട് വീട്ടിലെ സ്മൃതി കുടീരങ്ങൾക്കരികിലായാണ് മേഘനാഥനും അന്ത്യവിശ്രമമൊരുക്കിയത്. അവസാനമായൊരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും നിരവധി പേരാണ് ഷൊർണൂരിലെ തറവാട്ട് വീട്ടിലെത്തിയത്. മുൻമന്ത്രി AK ബാലൻ, MLAമാരായ P മമ്മിക്കുട്ടി, മുഹമ്മദ് മുഹസിൻ, ചലച്ചിത്ര താരങ്ങളായ സിജു വിൽസൺ, കോട്ടയം നസീർ, സീമാജി നായർ തുടങ്ങി വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും മേഘനാഥന് അന്തിമോപചാരം അർപ്പിച്ചു. ചലച്ചിത്ര നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവർ മേഘനാഥന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 2 ആഴ്ചയായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളി. കേസിൽ പുനരന്വേഷണത്തിനും ഹൈക്കോടതി ഉത്തരവിട്ടു. സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായ മൊഴി രേഖപ്പെടുത്തുകയോ വേണ്ടുന്ന തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തില്ല. വേദിയിൽ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൽ അവിടെ ഉണ്ടായിരുന്നവരുടേതല്ലാതെ മറ്റൊരാളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ദേശീയ വായു നിലവാര സൂചികയിൽ തൃശൂർ 4-ാം സ്ഥാനത്ത്.
ഇതേ പട്ടിക പ്രകാരം സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്താണ് തൃശൂർ. കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം രാജ്യത്ത് തൃശൂർ 4-ാം സ്ഥാനത്തെത്തിയത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സൂചികയിൽ 50 അതിൽ കുറവോ പോയിന്റ് വരുന്ന സ്ഥലങ്ങളാണ് നല്ല വായു ഉള്ളവയിൽ ഇടം പിടിക്കുന്നത്. ഇതുപ്രകാരം നിലവിൽ തൃശൂരിന്റെ പോയിന്റ് 44 അതേസമയം രാജ്യ തലസ്ഥാനമായ ഡൽഹി മലിനവായു നിറഞ്ഞ് സ്കൂളുകളടക്കം അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തൃശൂരിന്റെ ഈ നേട്ടമെന്നത് ശ്രദ്ധേയമാണ്. കേരളത്തെ തകർക്കാനായി സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ. വയനാട് ജനതയോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPI സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ പോലും സഹായിക്കാതെ ശത്രു രാജ്യത്തെ പോലെ പെരുമാറുകയാണ്. ഈ ഘട്ടത്തിലും കേരള ജനതയുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിനെ ഏതു വിധേനയും തകർത്ത് കേരളം പിടിക്കാനുള്ള ഭഗീരഥ യത്നത്തിലാണ് BJP എന്നും CN ജയദേവൻ പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, മുതിർന്ന നേതാവ് AK ചന്ദ്രൻ, P ബാലചന്ദ്രൻ MLA, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ഷീല വിജയകുമാർ, KP സന്ദീപ്, VS പ്രിൻസ്, രാകേഷ് കണിയാമ്പറമ്പിൽ, ഷീന പറയങ്ങാട്ടിൽ, CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പിടികിട്ടാപ്പുള്ളി 26 വർഷത്തിന് ശേഷം കാട്ടൂർ പോലീസിന്റെ പിടിയിലായി. എടക്കുള സ്വദേശി കണിച്ചായി വീട്ടിൽ പിയൂസാണ് മുംബൈ വടേല ഈസ്റ്റിൽ നിന്ന് കാട്ടൂർ പോലീസിന്റെ പിടിയിലായത്. 1998-ൽ പൂമംഗലം സ്വദേശി മണക്കോടൻ വീട്ടിൽ രാജേഷ് എന്നയാളെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇൻസ്പെക്ടർ ER ബൈജു, ASI അസീസ്, സിവിൽ പോലീസ് ഓഫീസർ ജിതേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പൈങ്കുളം ഇർഷാദ് സ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. പൈങ്കുളത്ത് സ്റ്റുഡിയോ നടത്തുന്ന ജോഷിക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ജോഷിയെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേലക്കരയിൽ നിന്നും പൈങ്കുളത്തെ വീട്ടിലേക്ക് പോവുകയായിരുന്ന ജോഷി സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മരം 2ആയി മുറിഞ്ഞു. ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ലാ പരിശീലനത്തിന് വിദ്യാർത്ഥികൾ ഞായറാഴ്ച എത്തണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധവുമായി തൃശൂർ അതിരൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് രംഗത്ത്. ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ലാ IT ക്യാമ്പുകൾക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും എത്തണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വെള്ളി ശനി ദിവസങ്ങളിൽ നടത്തുവാൻ തീരുമാനിച്ചിരുന്ന ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പുകൾ ശനി ഞായർ ദിവസങ്ങളിൽ നടത്തുവാൻ തീരുമാനിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നത് ദുരൂഹത സൃഷ്ടിക്കുന്നതാണെന്ന് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. ഞായറാഴ്ചകളിൽ നടക്കുന്ന ഇത്തരം പരിശീലന പരിപാടികളിൽ നിന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാറി നിൽക്കണമെന്നും കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ അതിരൂപത ഡയറക്ടർ ഫാദർ ജോയ് അടമ്പുകുളം, ഗിൽഡ് പ്രസിഡന്റ് AD സാജു, സെക്രട്ടറി ജോഫി C മന്നലി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു P ആന്റണി, PD ആന്റോ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ റോഡരികിൽ നിന്ന യുവാവിനെ ബസ് തട്ടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസമാണ് ഓട്ടുപാറ PM ട്രേഡേഴ്സിലെ ജീവനക്കാരനായ ഓട്ടുപാറ സ്വദേശി ഗിരീഷിനെ റോഡരികിൽ നിൽക്കുമ്പോൾ അശ്രദ്ധമായി വന്ന സ്വകാര്യ ബസിന്റെ വശം തട്ടിയത്. അപകടത്തെ തുടർന്ന് ഗിരീഷ് തെറിച്ചു വീഴുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അപകടത്തിൽ ഗിരീഷിന് നെറ്റിയിൽ പരിക്കേറ്റു. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം സംബന്ധിച്ച് പരാതികൾ വ്യാപകമാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവ വേദിയിൽ ആദ്യമായി ഗോത്രകലയായ മംഗലം കളി അരങ്ങേറി. 12 മുതൽ 16 പേർ വരെ അടങ്ങുന്ന സംഘമാണ് കലാരൂപം അവതരിപ്പിച്ചത്. തനതായ വേഷവും ഭാഷയും അവതരണത്തിൽ ഉൾപ്പെടുത്തിയ പ്രാചീന ഉപകരണങ്ങളും മംഗലം കളിയെ വേറിട്ട് നിർത്തി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 2ഉം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1 ടീമുമാണ് മത്സരിച്ചത്. ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും മമ്മിയൂർ LF സ്കൂൾ 1-ാം സ്ഥാനം നേടി. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മംഗലം കളിയിൽ 1-ാം സ്ഥാനം നേടി മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ.
ಆ ಮಾಣಿನಂಗರ ತಂಗಟಿ ಮದುಮ್ಮಳ ದುಡುಗೆ ಆ ಎಣ್ಣೆಯ ಮಂಜಳ ಕೊಂಡು ಪರುಡಗ മാണിനങ്കരക്ക്. ഗോത്ര നൃത്ത വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ കലാമത്സരമാണ് ഇത്തവണത്തേത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മാവിലൻ, മലവേട്ടവ എന്നീ ഗോത്ര സമുദായങ്ങളിലെ ഗോത്ര നൃത്തമാണ് മംഗലം കളി. കാതുകുത്തു കല്യാണം, പന്തല് കല്യാണം എന്നീ ആഘോഷവേളകളിലാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത്. ആ കുള്ളൂത്ത് നലിപ്പൊടുക മാണിനങ്കര, ആ കുള്ളൂത്ത് നലിപ്പൊടുക മാണിനങ്കര. തുടിയാണ് പ്രധാന വാദ്യം. തുളുഭാഷയിലെ പാട്ടുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. 2024 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പ്രകാരമാണ് 5 ഗോത്ര നൃത്തരൂപങ്ങൾ കലോത്സവത്തിലേക്ക് ഉൾപ്പെടുത്തിയത്. മംഗലം കളി, പണിയം നൃത്തം, ഇരുള നൃത്തം, മലപ്പുലയാട്ടം, പളിയ നൃത്തം എന്നിവയാണ് ഈ 5 കലാരൂപങ്ങൾ. അപ്പോ ഇപ്പൊ മംഗലം കളി ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങൾ 1 മാസമായി ഇത് പ്രാക്ടീസ് ചെയ്ത് വരുന്നു. അപ്പോ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. കാസർഗോഡ് സ്വദേശികളായ മഹേഷ് കപ്പള്ളി, സതീശൻ കപ്പള്ളി എന്നിവരാണ് പരിശീലകർ. കാസർഗോഡ് ജില്ലയിൽ മാവിലൻ മലവേട്ട സമയത്തിൽ കളിക്കുന്ന ഒരു കളിയാണ് മംഗലം കളി. അതായത് കല്യാണക്കളി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കല്യാണത്തിന്റെ തലേദിവസം കളിക്കുന്നുണ്ട്, കല്യാണക്കളി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഒരു പ്രതിഷേധമായിട്ടും അവരെ ഗോത്രത്തിന്റെ തനതായ കലാരൂപമായിട്ടാണ് ഇത് കണ്ടുവരുന്നത്. മാവിലൻ സമുദായത്തിന്റെ സംസ്കാരവും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും വിവാഹ ആഘോഷങ്ങളുമാണ് മംഗലം കളിപ്പാട്ടിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. TCV, എരുമപ്പെട്ടി. മധ്യകാല യൂറോപ്പിലെ നാടകരൂപങ്ങളെ ഉള്ളടക്കത്തിലും അവതരണത്തിലും അനുകരിച്ച് വേദിയിൽ കാണികളെ പിടിച്ചിരുത്തി ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിലെ ചവിട്ടുനാടകം ശ്രദ്ധേയമായി. കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം. കൊടുങ്ങല്ലൂരിന് വടക്ക് ചാവക്കാട് മുതൽ തെക്ക് കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിലാണ് ചവിട്ടുനാടകത്തിന് പ്രചാരം. പലകകൾ നിരത്തിയ അരങ്ങുകളിൽ അവതരിപ്പിക്കുന്നതിനാൽ തട്ടുപൊളിപ്പൻ എന്നും ഇതിന് പേരുണ്ട്. ചവിട്ടുനാടകം പ്രധാനമായും താണ്ഡവ പ്രധാനമാണ്. സൽകഥാപാത്രങ്ങൾക്കും ക്രൗര്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കും പ്രത്യേകം ചുവടുകളുണ്ട്. വേഷവിധാനമാകട്ടെ കണ്ണഞ്ചിപ്പിക്കുന്നത്. പടയാളികളുടെ വേഷങ്ങൾ പഴയ ഗ്രീക്ക് റോമൻ ഭടന്മാരെ ഓർമ്മിപ്പിക്കുന്നതാണ്. ആമുഖം പറഞ്ഞു തുടങ്ങുന്ന ചവിട്ടുനാടകം സഭയ്ക്ക് വന്ദനം പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. പ്രധാന വേദി 1-ൽ HS ചവിട്ടുനാടകത്തോടു കൂടിയാണ് വേദി ഉണർന്നത്. 3 ഗ്രൂപ്പുകളാണ് HS വിഭാഗത്തിലുണ്ടായിരുന്നത്. സെന്റ് തെരേസ സ്കൂൾ ബ്രഹ്മകുളവും HSS വിഭാഗത്തിൽ അപ്പു മാസ്റ്റർ മെമ്മോറിയൽ സ്കൂൾ തൈക്കാടും A ഗ്രേഡോടുകൂടി 1ാം സ്ഥാനം നേടി. TCV ന്യൂസ്, ചാവക്കാട്. ജൈവകൃഷി പ്രോത്സാഹിപ്പിച്ചും ലഹരിക്കെതിരെ പോരാടിയും കഴിഞ്ഞ 38 വർഷമായി കലോത്സവങ്ങളിലെ സജീവ സാന്നിധ്യമാണ് AK സലീംകുമാർ. ഇക്കാലയളവിൽ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാതെ ചാവക്കാട് ഉപജില്ലയിൽ ഒരു മേളകളും നടന്നിട്ടില്ല. വൈലത്തൂർ AMLP സ്കൂളിലെ റിട്ടയേർഡ് പ്രധാന അധ്യാപകനാണ് സലീംകുമാർ. 1986-ൽ അധ്യാപക ജീവിതം ആരംഭിച്ചതു മുതൽ കലോത്സവങ്ങളിലും ശാസ്ത്ര, കായിക, IT മേളകളിലും പ്രഥമസ്ഥാനീയനാണ്. രാവിലെ മത്സരാർത്ഥികൾ എത്തുന്നതിന് മുൻപേ ഇദ്ദേഹം എത്തിയിരിക്കും. വെറും കൈയോടെ ആയിരിക്കില്ല വരവ്. കാവത്ത്, പപ്പായ, മാങ്ങ, ചക്ക, കപ്പ, ചമ്മന്തി എന്നിങ്ങനെയുള്ള എന്തെങ്കിലും കരുതിയിരിക്കും. പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ച് പ്രത്യേകം തയ്യാറാക്കുന്ന ജൈവജലവും ഉണ്ടാകും. പ്രിയപ്പെട്ടവർക്കെല്ലാം ഇത് നൽകി വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള ഓട്ടമാകും. കാണുന്നവരോടെല്ലാം കുശലം പറഞ്ഞുള്ള ഓട്ടത്തിനിടയിൽ ലഹരിക്കെതിരെയുള്ള വാചക കസർത്തിന് ഒരു കുറവുമുണ്ടാകില്ല. വീട്ടിൽ നിന്ന് വേവിച്ച് തൊലി കളഞ്ഞ് കൊണ്ടുവരുന്ന കാവത്തും കപ്പയുമെല്ലാം കഴിക്കുന്നതിനിടയിൽ ജൈവകൃഷിയുടെ പ്രാധാന്യവും കടന്നുവരും. ഒരിക്കൽ രുചിയറിഞ്ഞവർ കണ്ടാൽ ഓടിയെത്തും. രാമച്ച തൊപ്പിയാണ് ഇദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. കൂടാതെ രാമച്ച വിസറിയും രാമച്ച ചെരുപ്പും ഉണ്ടാകും. ശുഭ്രവസ്ത്രത്തിൽ തോളിൽ ഒരു ബാഗുമായി ഈ അധ്യാപകൻ കലോത്സവത്തിലെ വേറിട്ട കാഴ്ചയാണ്. 36 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്ന് 2 വർഷം മുമ്പ് വിരമിച്ചെങ്കിലും കലോത്സവങ്ങളിലെ പതിവ് മുടക്കിയിട്ടില്ല. ജില്ലയിൽ നടന്ന 4 സംസ്ഥാന കലോത്സവങ്ങളിലും പ്രധാന ചുമതലയോടെ മികച്ചതാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് സലീംകുമാർ പറഞ്ഞു. ഈ കലോത്സവങ്ങളുടെ മാനുവൽ ശാസ്ത്രീയമായി പരിഷ്കരിക്കണം. ചില ഇനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ
തനത് മേഖലയുമായി ബന്ധപ്പെട്ട് നാടോടിനൃത്തം പറയുന്ന പോലെ തന്നെ സാംസ്കാരിക മികവുണ്ടാക്കുന്ന വ്യത്യസ്ത തലങ്ങളിലുള്ള കലോത്സവങ്ങളിലെ ഇനങ്ങൾ ഇനിയും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഏറെക്കുറെ വ്യത്യസ്ത മേഖലയിലുള്ള ജാതി മത അടിസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ സാംസ്കാരിക മൂല്യം നൽകുന്ന രീതിയിലാണ് കലോത്സവങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാലാകാലങ്ങളായി പരിഷ്കരിക്കുന്ന കൂട്ടത്തിൽ ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തുന്നതിന് ഉൾപ്പെടെ ചില കാര്യങ്ങൾ നമുക്ക് നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായമാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ പങ്കെടുത്ത കലോത്സവങ്ങളിലും മേളകളിലും നെഞ്ചോട് ചേർത്ത് വെച്ച ബാഡ്ജുകളെല്ലാം അമൂല്യനിധിയായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 2006 മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും 2 തവണ വടക്കേക്കാട് പഞ്ചായത്തിൻ്റെ മികച്ച കർഷകനുള്ള അവാർഡും 2018 ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആത്മ അവാർഡും നേടിയിട്ടുണ്ട്. ജൈവ ഭക്ഷണ രീതിയും വ്യായാമവുമാണ് 59ലും ചുറുചുറുക്കോടെ ആരോഗ്യവാനായി കലോത്സവങ്ങളിൽ ഓടി നടക്കാൻ കഴിയുന്നതെന്നാണ് സലിം കുമാറിൻ്റെ ഭാഷ്യം. TCB ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവം സമാപിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 232 പോയിന്റോടെ വിവേകോദയം ബോയ്സ് സ്കൂൾ തൃശൂർ 1ാം സ്ഥാനത്തും 183 പോയിന്റോടെ മണലൂർ ഗവൺമെന്റ് HSS 2ാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 246 പോയിന്റോടെ കണ്ടശാങ്കടവ് SH ഓഫ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ 1ാം സ്ഥാനവും 215 പോയിന്റോടെ സെന്റ് ആൻസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ വെസ്റ്റ് ഫോർട്ട് 2ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ 80 പോയിന്റോടെ കണ്ടശാങ്കടവ് SH ഓഫ് മേരീസ് കോൺവെന്റ് ഗേൾസ് സ്കൂൾ 1ാം സ്ഥാനവും 78 പോയിന്റോടെ മനക്കൊടി സെന്റ് ജമ്മാസ് UP സ്കൂൾ 2ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A അൻസാർ സമ്മാനദാനം നടത്തി. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പാരിസ്ഥിതിക സാമൂഹിക ഭരണ നിർവഹണം സംബന്ധിച്ച് സമഗ്ര ഉച്ചകോടി സംഘടിപ്പിച്ചു. സുസ്ഥിരവും പരിസ്ഥിതി സാമൂഹ്യ സൌഹൃദവുമായ ബിസിനസ് മാതൃക കേരളത്തിൽ രൂപപ്പെടുത്തുകയാണ് ഉച്ചകോടിയിലൂടെ സംഘടന ലക്ഷ്യമിടുന്നത്. പുഴയ്ക്കലിൽ നടന്ന ഉച്ചകോടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് TR അനന്തരാമൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംഘടന ഏർപ്പെടുത്തിയ ഹരിത അവാർഡുകളും വിതരണം ചെയ്തു. വ്യവസായ പ്രമുഖർ, EST വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. കൺവെൻഷൻ ചെയർമാൻ സിജോ പോന്നോർ, അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് C പത്മകുമാർ, സെക്രട്ടറി അജിത് കൈമൾ, CEO ജാക്സൺ ഡേവിഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ വയോധികൻ പുഴയിൽ ചാടി മരിച്ചു. VP തുരുത്ത് സ്വദേശി പുളിക്കലകത്ത് വീട്ടിൽ 70 വയസ്സുള്ള അബ്ദുൽ കരീമാണ് മരിച്ചത്. കോട്ടപ്പുറം പാലത്തിന് മുകളിൽ നിന്നും ഇയാൾ ചാടുന്നത് കണ്ട് പുഴയിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന തൊഴിലാളികൾ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിന്റെ ബസിലിക്ക തീർത്ഥ കേന്ദ്രത്തിലെ 99ാം പ്രതിഷ്ഠാ തിരുനാളിന് തുടക്കമായി. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം P ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. വികാരി ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, തൃശൂർ ടൗൺ ഈസ്റ്റ് SHO MJ ജിജോ, ജനറൽ കൺവീനർ പോൾസൺ ആലപ്പാട്ട്, കൈക്കാരന്മാർ, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായി. വെള്ളിയാഴ്ച വൈകിട്ട് അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൂട് തുറക്കലും രൂപം എഴുന്നള്ളിച്ചു വയ്ക്കലും നടക്കും. ശനിയാഴ്ച ഇടവകയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, വള എഴുന്നള്ളിപ്പുകൾ നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പോൾ പൂവത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് ബസിലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലേക്കും തിരിച്ചും ജപമാല പ്രദക്ഷിണവും രാത്രി വ്യാകുലം എഴുന്നള്ളിപ്പും നടക്കും.
കൊടകരയിൽ വയറിംഗ് ജോലിക്കിടെ ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. വാസുപുരം വീട്ടിച്ചോട് തെക്കൂട്ട് വീട്ടിൽ 44 വയസ്സുള്ള സലീഷാണ് മരിച്ചത്. കൊടകര തിരുത്തൂരിൽ ജോലി ചെയ്യുന്നതിനിടെ ഇന്നുച്ചയോടെയാണ് സംഭവം. ഉടൻ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട സഹസ്ര കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേരള കഥക് കലോത്സവം തൃശൂർ റീജിയണൽ തിയേറ്ററിൽ തുടരുന്നു. പത്മവിഭൂഷൺ പണ്ഡിറ്റ് വർജ് മഹാരാജന്റെ ഡൽഹി കലാശ്രമത്തിലെ പ്രധാന ശിഷ്യ വിദുഷി ശാശ്വതി സെൻ, മുംബൈയിൽ നിന്നുള്ള നർത്തകി നേഹ ബാനർജി, ശരണ്യ സഹസ്രയിലെ 40ഓളം കലാകാരികൾ എന്നിവർ അവതരിപ്പിച്ച കഥക് തിങ്ങി നിറഞ്ഞ ആസ്വാദകരുടെ മനം കവർന്നു. വെള്ളിയാഴ്ച വൈകിട്ട് കഥക് കലോത്സവം സമാപിക്കും. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായിരുന്ന എം.ഒ. ജോണിന്റെ 24ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ചേംബർ ഹാളിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു. വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി ആദരിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റ് എം.ആർ. ഫ്രാൻസിസ്, എം.ഒ. ജോൺ അനുസ്മരണ പ്രഭാഷണം നടത്തി. ട്രഷറർ ഷൈൻ തറയിൽ, ഫ്രണ്ട്സ് ഓഫ് ചേംബർ പ്രസിഡന്റ് അബി മലിക്, യൂത്ത് വിംഗ് പ്രസിഡന്റ് സ്റ്റിബിൻ കൊള്ളന്നൂർ, വിമൻസ് വിംഗ് പ്രസിഡന്റ് ഡോക്ടർ കനക പ്രതാപ് തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാവ് കെട്ടുങ്ങൽ റെഗുലേറ്ററിന് സമീപം പുഴയിൽ കണ്ടെത്തിയ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. മുതുവറ സ്വദേശി തേക്കിൻകാട് വളപ്പിൽ നന്ദനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മത്സ്യത്തൊഴിലാളികൾ പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 545 പോയിന്റ് നേടി മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ കലാകിരീടം ചൂടി. 453 പോയിന്റുകളോടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും 424 പോയിന്റുകളോടെ തിരുവളയന്നൂർ ഹൈസ്കൂൾ 3ാം സ്ഥാനവും നേടി. N.K. അക്ബർ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു. ദേശീയപാത പുനർനിർമ്മിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിലെ സഞ്ചാരപാത നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. ഈ പ്രദേശത്ത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം തടയുമെന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കളും കർമ്മസമിതിയും പ്രഖ്യാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ T.K. ഗീത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കർമ്മസമിതി ചെയർമാൻ R.M. പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് K.K. അൻസാർ, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് V.S. ദിനൽ, പ്രതിപക്ഷ നേതാവ് T.S. സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM പുല്ലൂറ്റ് ലോക്കൽ സമ്മേളനം അവസാനിച്ചു. സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. CPM മാള ഏരിയ കമ്മിറ്റി അംഗം PR രതീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. PN രാമദാസ്, PN വിനയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3301 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപതെരഞ്ഞെടുപ്പ് ഫലം കാത്ത് കേരളം. വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. തൃശൂർ പൂരം നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പാളിച്ചയുണ്ടായിട്ടുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ M.K. സുദർശൻ. പൂരം നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമെന്ന ആരോപണം ശരിയല്ലെന്ന് സുദർശൻ. തൃശൂർ കോർപ്പറേഷൻ 54.6 കോടി രൂപ ലാപ്സാക്കിയതായി ഓഡിറ്റ് റിപ്പോർട്ട്. കോർപ്പറേഷന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും തുറന്നു കാട്ടുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. പഴുവിൽ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ 11 അംഗ ഗുണ്ടാസംഘം അറസ്റ്റിലായി.
ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ചലച്ചിത്ര നടൻ മേഘനാഥന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. വിടവാങ്ങിയത് വില്ലൻ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ പ്രതിഭ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.